ഇന്ന ഇത് കുറച്ച് ഓറഞ്ച് ഉണ്ട്, പേരക്കയുണ്ട്, പിന്നെ ഒരു കുറച്ച് ചാമ്പങ്ങയുണ്ട്. അല്ല, ഇത് എവിടുന്നാ? ഈ പറഞ്ഞതൊന്നും നിങ്ങളുടെ വീട്ടിലില്ലല്ലോ. എന്റെ അമ്മയും ആങ്ങളെയും ആങ്ങളയുടെ ഭാര്യയും പിള്ളേരും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ വന്നപ്പോ കൊണ്ടുവന്ന കുറച്ച് നമ്മുടെ ജാനുവേച്ചിക്കും കൊടുത്തു, കുറച്ച് ശാരദേച്ചിക്കും കൊടുത്തു. ബാക്കി ഞാൻ കുറച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന. അത് ശരി. എന്നിട്ട് പോയോ എല്ലാരും? അവര് ഇന്നലെ വന്നതല്ലേ, അതുകൊണ്ട് ഇന്ന് പോയി. ഇന്ന് രാവിലെ തന്നെ തിരിച്ചു പോയി. അയ്യോ, ഞാനൊന്നും അറിഞ്ഞില്ല. അതാ ഞാനൊന്ന് വന്ന് കണ്ടേനെ. നിന്നോട് പറയണ്ടേ? ആ ഞാൻ നിന്നോട് പറയാൻ ഓർത്തുമില്ല. അല്ലടി, നീ അച്ഛനെ അമ്മേനെ ഒക്കെ കണ്ടിട്ട് ഒരുപാട് നാളായില്ലേ? നിനക്ക് അവരെയൊന്നും കാണാൻ തോന്നുന്നില്ലേ? എനിക്കാണെങ്കിൽ ഒരു 2 ആഴ്ച അടുപ്പിച്ച് കാണാതിരുന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഓടിപ്പോവും എന്റെ അമ്മേനെ കാണാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ എല്ലാ ദിവസവും എനിക്ക് ശബ്ദം എല്ലാ ദിവസവും കേട്ടില്ലെങ്കിൽ എനിക്ക് ഒന്ന് ഉറങ്ങാൻ പറ്റിയല്ല. 30 കൊല്ലമായി ഞാൻ എന്റെ വീട്ടുകാരെ ഒന്ന് കണ്ടിട്ട്. 5 കൊല്ലം മുമ്പ് അച്ഛൻ മരിച്ചു. അതൊരകന്ന ബന്ധു പറഞ്ഞ് അറിഞ്ഞതാ ഞാൻ. അവസാനമായിട്ട് ഇത് കാണാൻ പോലും പറ്റിയില്ല. മരിച്ചതൊന്നും ഞാൻ അറിഞ്ഞില്ലായിരുന്നു. നിന്നെ അറിയിക്കാതിരുന്നത് എന്തായാലും മോശമായി പോയി. ഒന്നില്ലെങ്കിലും നീയല്ലേ അവരുടെ മൂത്ത മോള്. അപ്പൊ അച്ഛൻ മരിച്ചപ്പം നിന്നെ ഒന്ന് കൊണ്ട് കാണിക്കേണ്ടതാണ്. നിന്നോടൊന്ന് വിളിച്ച് പറയായിരുന്നു. എത്രയോ പേര് വന്ന് കാണുന്നു. അപ്പോൾ നീ ഒന്ന് കണ്ടിട്ട് പോന്നോളിയല്ലേ. അങ്ങനെ വിചാരിച്ചൂടെ അവർക്ക്? സാരമില്ലടി, എനിക്ക് അവരോടൊന്നും ദേഷ്യമില്ല. അത്രയും വലിയ ചതിയല്ലേ ഞാൻ അവരോട് കാണിച്ചത്. എങ്ങനെ വളർത്തിയത് തന്നെ. അങ്ങനെ അവരെ പറ്റിച്ച് 18 വയസ്സ് പൂർത്തിയാകുന്നതിന് മുമ്പ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതല്ലേ. എന്നെ പഠിപ്പിച്ച് വലിയ ആളാക്കണം എന്നായിരുന്നു അച്ഛൻ. പക്ഷെ ഞാൻ അതിനൊന്നും നിന്നില്ല. അപ്പത്തേക്കും ഒരു പ്രേമത്തിന്റെ വലയപ്പെട്ടു പോയില്ലേ. അല്ല, നീ പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം നിന്റെ വീട്ടിൽ പോയിട്ടേ ഇല്ലെന്നാ? പോയായിരുന്നു. എനിക്ക് മോനുണ്ടായി കഴിഞ്ഞിട്ട് മോനെ കാണിക്കാൻ വേണ്ടി പോയായിരുന്നു. അന്ന് എന്റെ ആങ്ങള എന്നെ അടിച്ചിറക്കി വിട്ടു. എന്റെ ഇളയതാടി അവൻ. എന്നെ ചേച്ചീന്ന് തികച്ചു വിളിക്കൂലായിരുന്നു. അവനാ എന്നെ അടിച്ചിറക്കി വിട്ടത്. പിന്നെ അങ്ങോട്ട് പോകാൻ എനിക്ക് തോന്നിയിട്ടില്ല. എന്നെ കുറിച്ച് അവരും അന്വേഷിച്ചിട്ടില്ല. ഞാനും പിന്നെ ആ ഭാഗം ചിന്തിച്ചിട്ടില്ല. ചിന്തിച്ചിട്ടില്ല എന്ന് പറയുന്നത് വെറുതെ ആയിരിക്കും. ഓർത്ത് കരയാനല്ലാതെ എനിക്ക് എന്തു പറ്റും? ഓരോ പൊട്ട ബുദ്ധി. എന്റെ ദൈവമേ, ആകെ കൂടെ ഉള്ളതൊരു ചെറിയ ജീവിതമാണ്. ഹോ, ഞാൻ ഓർക്കുമായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയപ്പോ പിന്നെ പലരും മരിച്ചുപോയി. ആ ഭാഗത്തൊക്കെ ഉള്ള അയൽവക്കത്തൊക്കെ ഉണ്ടായിരുന്ന പലരും ഇല്ല ഇപ്പൊ. ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു, എന്ത് ചെറിയ ജീവിതമാണ് നമ്മുടെ. എന്തിനാ ഇങ്ങനെ ഈ വഴക്കും ദേഷ്യവും ഒക്കെ വെച്ച് പുലർത്തുന്നതെന്ന്. ഉഫ്. അമ്മേ, അമ്മ എന്ത് കണ്ടിട്ടാ അച്ഛന്റെ ഒപ്പം ഇറങ്ങിപ്പോന്നെന്നാ എനിക്ക് മനസ്സിലാകാത്തത്. പണമുണ്ടോ? ഇല്ല. കുടുംബമഹിമ? ഇല്ല. നല്ല ജോലിയും ഇല്ല. എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ? പിന്നെ നല്ല വെളുത്ത നിറവാ. നീ അത് കണ്ടിട്ടാണോ അമ്മ ഇറങ്ങി വന്നത്? എനിക്ക് അറിയത്തില്ല എന്ത് കണ്ടിട്ടാന്ന്. അമ്മ മര്യാദയ്ക്ക് അമ്മയുടെ വീട്ടുകാർ പറയുന്നത് അനുസരിച്ച് ജീവിച്ചിരുന്നെങ്കിൽ അമ്മ എവിടെ എത്തേണ്ട ആളാ. അമ്മയുടെ ഒരേ ഒരു അനിയത്തി ഉള്ളത് കോളേജിൽ ലെക്ചറാണ്. പിന്നെ ഒരു ആങ്ങളെ ഉള്ളതാണെങ്കിൽ പുള്ളിയും അധ്യാപകനാ. അമ്മയും അതുപോലെ എവിടെയെങ്കിലും ഒക്കെ എത്തേണ്ടതായിരുന്നു. അമ്മയാണെങ്കിലോ +2 കഴിഞ്ഞ പാടെ വീട്ടിലുള്ളതിലും വെച്ച് നല്ലൊരു ബാഗ് സെലക്ട് ചെയ്തു. എന്നിട്ട് അതിനകത്ത് ഉള്ള തുണികളെല്ലാം തിരികെ കയറ്റി കണ്ടക്ടറായ അച്ഛൻ്റെ ഒപ്പം ഇറങ്ങി ഇങ്ങ് പോന്നു. തീർന്നേ. മതിയടി. കണ്ടക്ടർ ആണെങ്കിൽ ഇപ്പൊ എന്താ, എല്ലാ ജോലിക്കും ഉണ്ട് അതിൻ്റെതായ മാന്യത. കിട്ടുന്ന ശമ്പളം കൊണ്ട് പൊന്നുപോലെയാ നിന്റെ അച്ഛൻ നമ്മളെ നോക്കിക്കൊണ്ടിരുന്നത്, ജീവനുള്ള കാലം വരെ. എന്നിട്ട് അച്ഛൻ മരിച്ചപ്പോ അമ്മ ഒരുപാട് കിടന്ന് കഷ്ടപ്പെട്ടില്ലേ? ഭർത്താവിന് എന്ത് ജോലിയുണ്ട്, ഭർത്താവ് സ്നേഹിച്ചോ ഭർത്താവ് നോക്കിയോ എന്നല്ല നോക്കേണ്ടത്, സ്വയം എന്ത് നേടി എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ ആരെയും ചാരി നിന്നിട്ട് കാര്യമില്ല. ആ ചാരി നിൽക്കുന്നതേ ഇല്ലാണ്ടാവുമ്പം ഒറ്റയ്ക്ക് നമ്മൾ തന്നെ കിടന്ന് കഷ്ടപ്പെടണം. എന്റെ പൊന്നു കുഞ്ഞെ, എനിക്ക് ആ പ്രായത്തിലൊന്നും ഒരു ബുദ്ധിയും ബോധവും ഇല്ലായിരുന്നു, ഒരു ചിന്താശേഷിയും ഇല്ലായിരുന്നു. നിന്നെ പോലെ ഞാനും ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ. അങ്ങനെയുള്ള ബുദ്ധിയൊന്നും പോയില്ല കുഞ്ഞെ. ഈ ജന്മത്തിൽ എനിക്ക് ആകെയുള്ള സമ്പാദ്യം നീയും നിന്റെ ചേട്ടനുമാണ്, എന്റെ മക്കള്. ഇനിയിപ്പൊ അതൊക്കെ മതി അമ്മയ്ക്ക്. സോറി അമ്മേ, ഞാനമ്മനെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞൊന്നുമല്ല. അമ്മയ്ക്ക് വിഷമായോ? സാരമില്ലടി മോളെ, നീ ഇല്ലാത്തതൊന്നും അല്ല പറഞ്ഞത്. പറഞ്ഞ എല്ലാ കാര്യങ്ങളും സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. എനിക്കതിനകത്ത് വിഷമമൊന്നുമില്ല. അമ്മയ്ക്ക് അറിയാം ഇതൊക്കെ. എന്നെ പോലെ ആകരുതെന്ന് കരുതി തന്നെയാ നിന്നെ നിന്റെ ചേട്ടനെ ഞാൻ കഷ്ടപ്പെട്ട് കിട്ടുന്ന പണിക്കെല്ലാം പോയിട്ടായാലും കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് ജോലിയാക്കിയത്. ആ ഒരു കാര്യത്തിലെങ്കിലും എനിക്ക് ജയിക്കാൻ പറ്റിയല്ലോ, അത് മതി. അമ്മേ, ഞാൻ ഇന്ന് തന്നെ പോകും സാധനം എടുക്കാനേ. എടാ മോനെ, ഈ സാധനങ്ങൾ എടുക്കാൻ വേണ്ടിട്ടേ ബാംഗ്ലൂര് തന്നെ പോണമെന്ന് നിർബന്ധമാണോടാ? ഇവിടെയൊക്കെ കിട്ടിയല്ലേ മോനെ? അല്ല അമ്മേ, പോണം. അവിടെ ആണെങ്കിൽ എൻ്റെ ഒരു കൂട്ടുകാരനും ഉണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ വിഷയമില്ല. എങ്കിൽ പിന്നെ പോയിട്ട് വാ. നോക്കി പോണേടാ.
ആ ശരി അമ്മേ. അയ്യോ, ശരിക്കും? അമ്മേ, വാ, കേറി വാ. അമ്മേ, ഇരിക്ക. അയ്യോ, എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഇതെന്തിനാ നിലത്തിരിക്കുന്നത്? മോള് കേറിയിരിക്കേ. വേണ്ട, ഞാനിവിടെ താഴെ ഇരുന്നോളാം. പറയുന്നത് കേക്ക്, കേറിയിരിക്കേ. ആ, ഷോ, അമ്മമ്മേനെ കാണാൻ ശരിക്കും എന്റെ അമ്മേനെ പോലെ തന്നെയുണ്ട്. അമ്മേന്റെ അതേ ഷേപ്പാ. അമ്മ അപ്പുറത്താന്ന് തോന്നുന്നു. അമ്മേ, ഓ, എന്തിനാ എന്റെ പെണ്ണെ കിടന്ന് ഇങ്ങനെ നീ ഒച്ച എടുക്കുന്നത്? അമ്മ, അയ്യോ എന്റെ അമ്മ. എടി മോളെ, ഞാൻ സ്വപ്നങ്ങാനും കാണുന്നുണ്ടോ നീ? എത്ര വർഷമായിടി നീ എന്നെ കണ്ടിട്ട്? അമ്മയൊന്നും ആകെ മാറിപ്പോയി, വേറെ ആരെയോ പോലെയായി. മനുഷ്യന്മാർ അതുപോലെ തന്നെ ഇരിക്കുവോ പിന്നെ? എന്നാലും എന്റെ അമ്മ വന്നല്ലോ. വാടി ഇങ്ങോട്ട് വാ. അമ്മമ്മ കുറച്ചു ദിവസം നിന്നിട്ടേ പോകാവുള്ളൂ കേട്ടോ, പ്ലീസ് അമ്മമ്മേ. ചേട്ടനാണെങ്കിൽ ഇവിടെ ഇല്ല, ബാംഗ്ലൂർ പോയേക്കുവാ. അമ്മമ്മ വന്നിട്ട് പോയിന്നെങ്ങാനും അറിഞ്ഞാൽ ഒത്തിരി വിഷമമാവും. കാരണം എന്നെപ്പോലെ തന്നെ ചേട്ടനും ആഗ്രഹമുണ്ട് അമ്മമ്മേനെ ഒന്ന് കാണണമെന്ന്. പ്ലീസ് അമ്മമ്മ, പെട്ടെന്ന് പോകരുതേ. അയ്യോ എന്റെ മോളെ, ഞാൻ രാവിലെ തന്നെ പോവും. ആരും അറിയാതെ അമ്മമ്മ ഇങ്ങോട്ട് വന്നത്. ആരെങ്കിലും അറിഞ്ഞാലുള്ള പുകില്, ഓഹ്, ഓർക്കാൻ മേല. ആ, എന്റെ അനിയത്തിയുണ്ടേ, നിന്റെ അമ്മയുടെ പ്രിയപ്പെട്ട ചിറ്റ. അവിടെ പോവാന്ന് വീട്ടിൽ കള്ളം പറഞ്ഞിട്ടാ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അമ്മയുടെ ആങ്ങള, എന്റെ മാമനാണോ സമ്മതിക്കാത്തത്? നിന്റെ അമ്മയുടെ ഒരേ ഒരു ആങ്ങളയാ, നിന്റെ അമ്മയുടെ ഇളയതാ. അവനാണ് സമ്മതിക്കാത്തത് മോളെ. അവന് ഭയങ്കര ദേഷ്യവാ നിന്റെ അമ്മയുടെ അടുത്ത്. അത്രയും വെറുത്തു പോയി അവൻ. അവൻ അത്രയ്ക്ക് സ്നേഹിച്ചതാ അവളെ. ചേച്ചിന്ന് അവൻ തികച്ച് വിളിക്കുകയായിരുന്നു. അവൻ മാത്രമാണോ ഞങ്ങളും എത്ര സ്നേഹം കൊടുത്ത് വളർത്തിയതാന്നറിയാമോ നിന്റെ അമ്മയെ? എന്നിട്ടല്ലേ ഞങ്ങളോട് ഇങ്ങനെ കാണിച്ചത്? അല്ല, അന്നേരം അമ്മയുടെ ചിറ്റാനെ വിളിച്ചു നോക്കുമ്പോ അറിയാൻ പറ്റൂലേ സത്യം? ഈ മാമനെങ്ങാനും ചിറ്റാനെ വിളിച്ചാലോ? ഇല്ല, ചിറ്റയോട് വിളിച്ച് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവള് ഭയങ്കര സപ്പോർട്ടാ. അവക്ക് എന്ത് പറഞ്ഞാലും നിന്റെ അമ്മേനെ കുറിച്ചൊരു വിചാരം ഉണ്ടായിരുന്നു എപ്പോഴും. അപ്പൊ ഒരു ദിവസം ഇങ്ങോട്ട് വരണം, അവളെ കാണണം എന്നൊക്കെ പറഞ്ഞിരിക്കുക. ഏതായാലും അമ്മമ്മ ഒരു ദിവസം ചിറ്റേനെയും കൂട്ടി വരാം, നിന്റെ അമ്മയുടെ ചിറ്റേനെ. അപ്പൊ നിനക്കും കാണാലോ. ആണോ? ആ, നന്നായി കഷ്ടപ്പെട്ടു നീയല്ലേ? നന്നായിട്ട് കഷ്ടപ്പെട്ടമ്മേ, ഒത്തിരി കഷ്ടപ്പെട്ടു. കഷ്ടപ്പാടിന്റെ ഇടയിൽ ഞാൻ ഒരു കാര്യം ഓർത്തിട്ടാ സമാധാനിച്ചത്. ഇതെനിക്ക് ദൈവം തന്ന ശിക്ഷയാന്നുള്ളത്. കിട്ടുന്ന വഴിക്കെല്ലാം പോയി പിള്ളേരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും പഠിപ്പിച്ചു. മോന് ഗവൺമെന്റ് ജോലി തന്നെ കിട്ടുകയും ചെയ്തല്ലോ. അവൻ നന്നായിട്ട് പഠിക്കുമായിരുന്നു. ഇപ്പം വീട് പണിയുന്നുണ്ട്. അപ്പൊ അതിന്റെ സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിട്ട് അവൻ ബാംഗ്ലൂർ പോയത്. അമ്മ വന്നപ്പോ അവൻ ഇല്ലാതായി പോയല്ലോ അമ്മേ. ആ, മോളിപ്പോ ടീച്ചറും ആയല്ലോ. അങ്ങനെ മക്കളുടെയൊക്കെ ഭാവി സുരക്ഷിതമാക്കി. കഷ്ടപ്പാടറിഞ്ഞ എന്റെ മക്കള് വളർന്നത്. അതുകൊണ്ട് അവർ എന്നെ പോലെ ആവൂലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടമ്മേ. നല്ല ബുദ്ധിയും കാര്യപ്രാപ്തിയുള്ള പിള്ളേരാ എന്റെ പിള്ളേര്. ഞാനായിരുന്നു വെറും പൊട്ടത്തി. അതാണ്, മക്കളെ നമ്മൾ കഷ്ടപ്പാട് അറിയിച്ച് തന്നെ വളർത്തണം. പല മാതാപിതാക്കളെയും ചെയ്യുന്നത് ഞാൻ ഭയങ്കര കഷ്ടപ്പാടൊക്കെ അനുഭവിച്ച് വളർന്നതാ, എന്റെ മക്കൾ അതൊന്നും അറിയരുതെന്ന്. പക്ഷെ അങ്ങനെ ഒന്നും അറിയാതെ വളരുന്ന പിള്ളേര് വഷളായി പോകത്തേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്തൊക്കെ കഷ്ടപ്പാട് അനുഭവിച്ചാണ് മക്കളെ വളർത്തിയത് മക്കൾ അറിയണം. അത് അറിയിച്ച് തന്നെ വേണം വളർത്താൻ. ഞാൻ ചെയ്യാതിരുന്നത് അതാ നിന്റെ കാര്യത്തില്. ഒത്തിരി കഷ്ടപ്പാട് അനുഭവിച്ച എൻ്റെ അച്ഛനും അമ്മയും എന്നെ വളർത്തിയത്. അതൊന്നും എൻ്റെ മക്കൾ അറിയരുതെന്ന് ഞാൻ വിചാരിച്ചു. അതാണ് എനിക്ക് ജീവിതത്തിൽ പറ്റിയ തെറ്റ്. അതുകൊണ്ട് എൻ്റെ മകൾ ഒത്തിരി കഷ്ടപ്പെട്ടു. ഏതായാലും നീ അത് അറിയിച്ച് മക്കളെ വളർത്തിയല്ലോ. മക്കളെ ഇട്ട് കഷ്ടപ്പെടുത്തണം എന്നല്ല കേട്ടോ അമ്മ പറഞ്ഞത്. മാതാപിതാക്കൾ അനുഭവിച്ച കഷ്ടപ്പാട് മക്കളൊന്ന് അറിഞ്ഞിരിക്കണം. ചോദിക്കുമ്പോൾ തന്നെ ഓരോ കൂട്ടം അങ്ങ് വാങ്ങിച്ചു എടുത്തും കൊടുക്കാണ്ട് അതെങ്ങനെ ഉണ്ടാകുന്നു എന്ന് മക്കൾ അറിയണം. അതേ അമ്മ ഉദ്ദേശിച്ചുള്ളൂ. എനിക്ക് എൻ്റെ ആങ്ങളനെ കാണണമെന്ന് വലിയ ആഗ്രഹമുണ്ട് അമ്മ. അമ്മ വന്ന പോലെ അവനും ഒരു ദിവസം വരുമായിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചു പോവുക. അപ്പൊ ഞാൻ വന്നില്ലേടി, അതുപോലെ എല്ലാം ശരിയാകും. നീ പ്രാർത്ഥിക്കേ.